ലിപ്സ്റ്റിക്കെല്ലാം ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എവിടെയെങ്കിലും ലോങ് പോകുന്നതെന്ന് ഇല്ല. ഇവിടെ അടുത്ത് തന്നെ കുച്ചിലേക്ക് നമുക്ക് കാസർഗോഡ് കിച്ചണിനെയാണ് കുച്ചിൽ എന്ന് പറയുന്നത്. കുക്കാക്കുമ്പോൾ തട്ടോട്ടിലൊടി എന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തട്ടിലിട്ട് സെറ്റപ്പ് റെഡിയായി പരിപാടി തുടങ്ങാം. നമുക്ക് ഉള്ളി മുറിക്കുമ്പോൾ എപ്പോഴുള്ള പ്രശ്നമാണ് എല്ലാവർക്കും കണ്ണ് കത്തുന്നത്. അതിനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഓട്ടുമ്പോൾ മാത്രമല്ല എപ്പോഴും സേഫ്റ്റിയാണ്. അത് വെച്ചിട്ട് മുറിച്ചെങ്കായി ടൈം ഉണ്ട് 3-3:30 രാത്രി. അപ്പോൾ നമുക്ക് വേണ്ട പൊടി എന്തെങ്കിലും മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, കൊത്തമ്പാരി പൊടി, ഉപ്പ്, ചായപ്പൊടി ഇല്ല കുരുമുളക് പൊടി അത്ര എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഗ്യാസ് കത്തിക്കാൻ അറിയോടി എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഗ്യാസ് കത്തിക്കാൻ അറിയും. എന്നിട്ട് നമ്മൾ ചീൻചട്ടി വെക്കുക. ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഉള്ളി ഇടുക. അതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഉള്ളീനെ ഒന്ന് ഇങ്ങനെ ചെള്ളി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടായിട്ട് ഈ പൊടിയെല്ലാം നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കുക. ആടേണ്ട എല്ലാ പൊടിയും ഞാൻ ഇട്ടിന്. അതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി കുറച്ച് ഉപ്പിടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തൊണ്ടക്കത്തുന്നൊരു മണം വരും. അപ്പോൾ നമ്മൾ എന്താക്കണം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തക്കാളിയും കറച്ചപ്പളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്ത് കറി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാലോ, ഞണ്ട് റോസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താവും എന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കണം, കുറച്ച് ചെറുപ്പുളിയും കൂടി അതിലേക്ക് മേലേക്ക് ഒരു ഭംഗിക്ക് ഇതാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ബോണസായിട്ട് പാത്രം കിട്ടും കവാൻ. കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് കഴിയുമ്പോൾക്ക് തുറന്ന് നോക്കുമ്പോൾ മോനെ ഒരു മണയിൽ നിന്ന് വരുന്നുണ്ട്. അത് സഹിച്ചിറങ്ങാത്ത മണവും അത്ര ടേസ്റ്റും. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാന്നറിയില്ല സംഭവം. ഞാൻ ഫീൽഡിൽ ഇറങ്ങിയെങ്കിൽ ഉമ്മ ഫീൽഡ് തൊട്ടാണ്ട് വരും. അത്ര ചെയ്യലായിരുന്നു, മജായിരുന്നു, സെറ്റ്. എങ്ങനെയുണ്ടോ കറി? ടു ബി ഹോണസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുക. ഞണ്ട് വിത്ത് ചോറും